ഹലോ എവരിവൺ, വെൽക്കം ടു ഫുഡ് റാലി. ഹൈദരാബാദിലെ മലയാളി റെസ്റ്റോറൻറ്റ്സ് പരിചയപ്പെടുത്തുന്ന ഹൈദരാബാദിലെ മലയാളി രുചിയിടങ്ങൾ എന്ന നമ്മുടെ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡാണിത്. ഇതിന് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കുക. എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹൈദരാബാദിലെ മലയാളി രുചിയിടങ്ങൾ പാർട്ട് 3. മെട്രോ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നാമ്പള്ളി മെട്രോ സ്റ്റേഷനിലാണ്. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ പരിപാടിയൊന്നുമല്ല. നമ്മുടെ ഈ ചാനൽ പരിചയപ്പെടുത്തുന്ന റെസ്റ്റോറൻറ്റ്സിലെ ഫുഡിന്റെ ക്വാളിറ്റിയും ടേസ്റ്റും എല്ലാം ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ കാണുന്ന നാമ്പള്ളി മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സത്യമാരി കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, നല്ല രീതിയിൽ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നല്ല അടിപൊളി ഒരു ഹോട്ടൽ തന്നെയാണ് സത്യമാരി കേരള റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ മെനു കാർഡ് ഇല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് മെനു കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് ഇതിൻ്റെ മെനു കാർഡ് ലഭിക്കുന്നതാണ്. QR കോഡ് സ്കാൻ ചെയ്തിട്ട് എല്ലാവരും മെനു കാർഡ് നോക്കുന്ന തിരക്കിലായി. അപ്പോഴേക്കും നമുക്ക് പ്ലേറ്റ് ഒക്കെ എത്തിയിരുന്നു. ഫുഡ് ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മളൊന്ന് എടുത്തു. ലഞ്ചിൻ്റെ ടൈമിലാണ് നമ്മൾ പത്തേമാരിയിൽ എത്തിയത്. ഒരു നല്ല തിരക്കുള്ള സമയമായിരുന്നു. റെസ്റ്റോറൻറ്റ് ഒരു സൈഡിൽ പത്തേമാരിയുടെ നല്ലൊരു പിക്ചറും പിന്നെ അവരുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് AC റെസ്റ്റോറൻറ്റ് ആണെങ്കിലും നമ്മൾ എത്തിയപ്പോൾ അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് ഓർഡർ കൊടുത്തിട്ട് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വിശപ്പുള്ള സമയത്ത് നമ്മളെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ കൊടുത്ത ഐറ്റംസിൽ ഒരു സാധനം എത്തി. അത് നമ്മൾ കൊടുത്തത് കപ്പയും ചിക്കനും കൂടിയുള്ള ഒരു മിക്സ് ആയിരുന്നു. ചിക്കൻ കപ്പ ബിരിയാണി. എല്ലാ ഐറ്റംസും വന്നതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന തത്വത്തിൽ എല്ലാവരും അംഗീകരിച്ചെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മനുവിൻ്റെ ഒരു കൈ നീണ്ടു വന്നു. അതിന് പുറകെ ബിജോയുടെ. അങ്ങനെ കപ്പ ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ബാക്കി നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം വന്നു. കേരള സ്റ്റൈൽ ബീഫ് ബിരിയാണിയും ബീഫ് കൊത്തു പൊറോട്ടയും. എന്നാൽ പിന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് ബിജോയ് കപ്പ ബിരിയാണി എടുത്ത് എല്ലാവർക്കും വിളമ്പാനായിട്ട് ആരംഭിച്ചു. നല്ല സൂപ്പർ കപ്പ ബിരിയാണി ആയിരുന്നു. കപ്പയാണെങ്കിൽ നന്നായിട്ട് വെന്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരുന്നു. ഒന്നും പറയാനില്ല, കപ്പ ബിരിയാണി സൂപ്പറായിരുന്നു. ഇത് ബീഫ് കപ്പ ബിരിയാണി ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും അടിപൊളിയായനെ. ബാക്കി എല്ലാ ഐറ്റംസ് ബീഫ് ആയതുകൊണ്ടാണ് നമ്മൾ കപ്പ ബിരിയാണി നമ്മൾ ചിക്കൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ കപ്പ ബിരിയാണി ആസ്വദിച്ച് തന്നെ കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അടുത്തത് കൊത്തു പൊറോട്ടയുടെ ഊഴമായിരുന്നു. ബീഫ് കൊത്തു പൊറോട്ടയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ബിജോയ് തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. അങ്ങനെ ബിജോയ് നമ്മുടെ ഒഫീഷ്യൽ വിളമ്പുകാരനായി മാറി. കൊത്തു പൊറോട്ട ഒരു നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. നല്ല ചെറുതായിട്ട് കൊത്തിയെറിഞ്ഞ പൊറോട്ട ആയിരുന്നു. അതും ഈ ബീഫും കൂടി പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഗ്രേവി കുറച്ച് കുറവ് പോലെ തോന്നി, പക്ഷെ എന്നിരുന്നാലും ടേസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളീയരുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട കൊത്തുപൊറോട്ടയുടെ രൂപത്തിൽ ബീഫ് കൂട്ടി നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. ആ വൃത്തിയുള്ള പ്ലേറ്റ് കണ്ടാൽ തന്നെ അറിയാം ടേസ്റ്റ് എന്തോരം ഉണ്ടായിരുന്നു. വിജയ്ക്ക് ഒരു ചെറിയ ക്ഷീണം പിടിച്ചെങ്കിലും അതൊന്നും കണക്കാക്കാതെ അവൻ 3ാമതും നമ്മുടെ ബീഫ് ബിരിയാണി വിളമ്പുന്നതിനായിട്ട് തയ്യാറെടുത്തു. ബീഫ് ബിരിയാണിക്കൊപ്പം പപ്പടവും തൈരും അച്ചാറും ഉണ്ടായിരുന്നു. നാടൻ സ്റ്റൈലുള്ള ബിരിയാണി ആയതുകൊണ്ട് തന്നെ ജീരകശാല റൈസാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബിരിയാണിയിലെ ബീഫ് പീസസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിരുന്നു. എന്നിരുന്നാലും ബീഫ് മസാല കുറച്ച് കുറവ് പോലെ തോന്നി. പൊതുവെ ബിരിയാണി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിനു മുമ്പും ഞാൻ പത്തേമാരിയിൽ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു അത്ര അങ്ങ് എത്തിയില്ല ബിരിയാണി. ജീരകശാല റൈസ് ആയിരുന്നെങ്കിലും റൈസ് കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് മസാല കുറഞ്ഞിട്ടാന്ന് തോന്നുന്നു. കൂടാതെ റൈസ് ആണെങ്കിൽ അത്ര ഫ്ലേവർഫുൾ ആയിരുന്നില്ല. ജീരകശാല റൈസിൻ്റെ അരോമ നമുക്ക് അത്ര അങ്ങ് ഫീൽ ആയില്ല. എന്നാലും ആ പപ്പടം ഇതുപോലെ നമ്മൾ പൊടിച്ച് ബീഫ് ബിരിയാണി കൂട്ടി കഴിക്കാൻ വേണ്ടല്ലോ, അതൊരു ഫീല് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. എന്നോ നമ്മൾ മറന്നുപോയ ചില രുചികൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അറിയാണ്ട് കൂടി വരും. അങ്ങനെ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന മലയാള സിനിമയിലെ പാട്ടും കണ്ട് കുറേ മലയാളികളുടെ ഇടയിലിരുന്ന് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ ചെത്തിപ്പെട്ടൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി ഫിനിഷ് ചെയ്തു.
അപ്പോഴേക്കും എല്ലാവരും ഒരു സെറ്റായിരുന്നു. ഈ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എങ്ങനെയാണ് കഴിച്ചത്. അവസാനം ഒരു സോഡ സർബത്തും കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ നിന്നും നിങ്ങൾ ഇതിനു മുമ്പ് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. നിങ്ങൾക്കറിയാവുന്ന മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരോ അല്ലെങ്കിൽ ലൊക്കേഷനോ നമുക്ക് അയച്ചു തരിക. നമുക്ക് ഇതുപോലെ വീഡിയോസ് ഇടാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. സൈനിങ് ഔട്ട് ഫ്രം ട്രാലി.